ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. യുഎസ് മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൗ ജോൺസ് 182 പോയിൻറ്റും S&P 35 പോയിൻറ്റും നസ്ഡാക്ക് 154 പോയിൻറ്റും നെഗറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി നെഗറ്റീവായിട്ട് 44 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഫുൾ താഴോട്ട് ഒരു ബൈയിങ് പ്രഷർ പോലും ഇല്ലാത്ത ഒരു സെല്ലിംഗ് പ്രഷർ, മൊത്തം സെല്ലിംഗ് പ്രഷറുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ആഴ്ചത്തെ വീക്കിലി അനാലിസിസിൽ ഞായറാഴ്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീക്കിലി അനാലിസിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡാണ്. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് വരുമെന്നല്ല പറഞ്ഞത്, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ഒരു ലെവൽ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിബ് വെച്ചിട്ടുള്ള പോയിൻറ്റ് 6182.05 വരുന്ന ലെവൽ, ഇതായിരുന്നു ആ ലെവൽ. മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 24,801 മുതൽ 24,924 വരെ വരുന്ന ഈ ഒരു സോണിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയേക്കും. ഇതൊരിക്കലും ഒരു മാർക്കറ്റിൻ്റെ ഒരു വീഴ്ചയെന്നോ അല്ലെങ്കിൽ ബെയറിഷ് ട്രെൻഡെന്നോ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഷോർട്ട് ടൈമിലുള്ള ഒരു സ്വിങ് മാത്രമാണ് ഈ ഒരു സ്വിങ് എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു, ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് വീണ്ടും വന്നു, ഈ ലോയ്ക്ക് മുകളിൽ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്ത് ഇതിന് മുകളിലൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എന്തായാലും താഴോട്ട് വന്ന് ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇനി സപ്പോസ് മാർക്കറ്റിൽ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ, ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ താഴോട്ടാണ് പോയിട്ട് ഇതിന് താഴെ മാർക്കറ്റ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഹയർ ടൈം ഫ്രെയിമിൽ ഡൗൺ ട്രെൻഡിലോട്ടോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനിലോട്ടോ പോകും. കാരണം ഹയർ ഹൈ ലോവർ ലോ ഒരിക്കലും ഒരു ട്രെൻഡല്ല, അതൊരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരിക്കും, ഒരു ഇൻഡിസിഷൻ മാർക്കറ്റ് ആയിരിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് താഴോട്ട് മാർക്കറ്റ് ഒരു ഫോളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് തന്നെ മിക്കവാറും ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ചെന്നെത്തിക്കും. പക്ഷേ എന്നാലും ഈ ഒരു ഏരിയയിൽ ഒരു സ്കോപ്പുണ്ട്. പോയിൻറ്റ് 618 24,800 വരയ്ക്കും മാർക്കറ്റിന് ഒരു സപ്പോർട്ടിനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു വേൾഡ് മാർക്കറ്റിൻ്റെ ഇതനുസരിച്ചൊരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ, ഒരു 50 to 100 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 890 ക്ലോസിംഗ് വന്നിരിക്കുന്നത്, ഈ ഒരു ലെവലിന് മുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. ഒരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ 50 to 100 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മിക്കവാറും ഇന്നത്തെ ക്ലോസിങ് ഗ്രീൻ ക്യാൻഡിലായിരിക്കും. അതല്ല ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ പ്രീ മാർക്കറ്റ് ഇല്ലായിരുന്നു. ലോവർ ടൈം ഫ്രെയിമിൽ ക്ലിയറായിട്ട് ഡൗൺ ട്രെൻഡ് തന്നെയാണ് ഫോം ചെയ്ത് വരുന്നത്. ലോവർ ഹൈ ലോവർ ലോ തന്നെയാണ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇതിന് മുകളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ, ഇന്നിനിപ്പം വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ പുതിയ ഹൈ വരുന്നത് അതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രെൻഡ് മാറത്തുള്ളൂ. നിലവിൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയാണ് വരുന്നത്.
ഇതിൽ ഡേ ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ടിന് കൂടെയുള്ള ഒരു സാധ്യത ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിബ് ലെവലും വരുന്നത് ഈ ഒരു നമുക്ക് പഴയൊരു ട്രെൻഡ് ലൈൻ കൂടെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഈ സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടി പോയൊരു ലെവലുണ്ട്. ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോൾ ഇനി ഇത് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 618 അതായത് 24,800 താഴോട്ട് മാർക്കറ്റ് ക്യാൻഡലിൻ്റെ വിക്ക് ഫോം ചെയ്താലും ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അവിടെ 2 കൺഫർമേഷൻ ഉണ്ട്. ഒന്ന് ഫിബിൻ്റെ 0.5 to 0.618 വരുന്ന ഫിബ് ലെവലും പിന്നെ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ മാർക്കറ്റിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സെല്ലിംഗ് ആണ് FISൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത്. ഏകദേശം 5000 കോടിയുടെ സ്റ്റോക്ക് ഇന്നലെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. പക്ഷേ FISും 5000 കോടിക്കടുത്ത് 5200 കോടിയോളം സ്ട്രോങ് ബൈയിങ്ങും സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സെല്ലിംഗ് ബൈയിങ് തന്നെയാണ്. ഫ്യൂച്ചർ പുട്ട് ഓപ്ഷൻ 3.2 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്ങും 75,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിങ്ങുമാണ്. പ്രോ ബൈയിങ് ഉണ്ട്. കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് 58,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 1.66 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് സെല്ലിംഗ് ആണ്. ഞാൻ നേരത്തെ നമ്മുടെ ഡേ ടൈം ഫ്രെയിമിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടാണ് പോയത്. എവിടെയായിരുന്നു 25. ഓക്കെ, മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം മുകളിൽ പോയിട്ടാണ് പിന്നെ ഇത്രയും ഒരു വീഴ്ച വന്നത്. ഇന്നും മാർക്കറ്റ് അഥവാ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. CPRന് ഉള്ളിലാണൊരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രോങ് റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. 24,936 24,955 റെസിസ്റ്റൻസ് ആയിരിക്കും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവിടെ നിന്ന് നേരെ താഴോട്ട് 24,832 815 ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 24,753 24,736. ഇനി മാർക്കറ്റിൽ ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറാൻ സാധ്യതയുണ്ട്. 24,753 24,736 ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് വരിക ഇവിടെ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 24,832 815. ചിലപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5-10 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 24,936 24,955 24,955 രണ്ടാമത്തെ ടാർഗറ്റ്. മൂന്നാമത്തെ ടാർഗറ്റ് വരിക ഏറ്റവും മുകളിൽ 25,009 25,023. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് വൈഡ് CPR ആണ് വരുന്നത്. 24,923 മുതൽ 986 വരയ്ക്കും ഏകദേശം 60 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. എന്നാലും മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.